അപ്പം നമ്മൾ അഞ്ചുമ ബീച്ചിലെത്തിയിരിക്കുന്നു. കാഴ്ചകൾ കാണിക്കാം, അപ്പുറത്തെ കാഴ്ചകൾ കാണിക്കാം. അഞ്ചുമ ബീച്ചിലെത്തി. നമ്മളിപ്പോൾ അഞ്ചുമ ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാണിക്കാട്ടോ, അഞ്ചുമ ബീച്ചിലേക്കുള്ള വഴിയാണ്. അഞ്ചുമ ബീച്ച് ഫേമസ് ബീച്ചാണ്, ഗോവയിലേക്കുള്ള ഫേമസ് ബീച്ചാണ് അഞ്ചുമ ബീച്ച്. മുമ്പിൽ നടക്കുന്ന എൻ്റെ ക്ലാസ്മേറ്റാണ് വിശാൽ വേണു. അടിപൊളി ഇതാ, ബാത്റൂം ഫെസിലിറ്റീസൊക്കെ നല്ലതാണ് അഞ്ചുമ ബീച്ചിൻ്റെ. ഞാനിപ്പോൾ ഒന്ന് മൂത്രം വയ്ക്കാൻ പോലെയാണ് അപ്പോഴത്തേക്ക്. ഇവിടെ ഫോട്ടോ എടുക്കലൊക്കെയാണ് കേട്ടോ ഗൈസ്. ഇവിടെ എല്ലാവരും കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്, നമുക്കറിഞ്ഞൂടാ. ഇതാ ഇവിടെ ഫോട്ടോ എടുക്കലൊക്കെയാണ് ഗൈസ്. ഗൈസ് ഇവിടെ നല്ല പാട്ടും ഡാൻസും ഒക്കെ നടക്കുന്നുണ്ട്. ബൈദസി ഇവിടെ സ്പെഷ്യൽ റിസോർട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഹലോ, ബീച്ചിൻ്റെ അവിടെ വന്നേക്കാം. സൈഡ് മാറുക, സൈഡ് മാറുക. ഒരു ഹായ് പറഞ്ഞു. ഹായ്. We are going towards the
ബീച്ചാണ്, ബീച്ചിൻ്റെ വല്ല പാർക്ക്. നമ്മൾ അഞ്ചുമ ബീച്ചിലാണ് ഗൈസ്. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഏരിയ ഉണ്ട്, നല്ല ഏരിയയിലെ ബീച്ചാണ്. ബീച്ചായിട്ടൊന്നും തോന്നിയില്ല പോയപ്പോഴത്തേക്ക്, ചുമ്മാ നടക്കുക അതുവഴി ഇതുവഴിയൊക്കെ. ചെറുതായിട്ട് കേരളത്തിൻ്റെ പോലെ തന്നെ തോന്നുന്നുണ്ട്. കാണിച്ചു തരാം. എടാ സഞ്ജു, ബീച്ച് എവിടെ കേട്ടാ? നീ ഇപ്പം എങ്ങോട്ടാ പോണേ? ഈ സൈഡിലേക്കാണ്, ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടെ അങ്ങോട്ട് പോകണം. വാ, നല്ല ഏരിയ ഉണ്ട് കേട്ടോ ഇവിടെ. നടക്കുകയാണ്. ഇത് സീ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് ഇവിടെ. പിന്നെ അങ്ങോട്ട് ഉള്ളിലേക്ക് കുറേ മാർക്കറ്റാണ്. ഇവിടെ മാർക്കറ്റാണ്, ഫുൾ സ്ഥലം മാർക്കറ്റാണ്, ഫുൾ വിസിറ്റിംഗ് പ്ലേസ്. ബീച്ച് മർമെയ്ഡ്സ് ഗസ്റ്റ് ഹൗസ്, നല്ല ഗസ്റ്റ് ഹൗസ് ആണെന്നാണ് പറഞ്ഞു കേട്ടത്. വേറെ ഒന്നുമില്ല. പിന്നെ അതായത് ഇവിടെ ഡിജിറ്റൽ സ്ക്രീനുണ്ട്. പിന്നെ സോണിക് ബാർ ആൻഡ് റെസ്റ്റോറൻറ്റ്. സൺസെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു ഗൈസ്, പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മളിങ്ങനെ പോകുന്നു. ഫുൾ മാർക്കറ്റാണ്, മാർക്കറ്റ് ഏരിയ. ബീച്ചിൻ്റെ ഏരിയ തന്നെയാണ് ഇതൊക്കെ. നല്ല പാർക്ക് ചെയ്യാൻ മായ ബീച്ച് ക്ലബ് ഗോവ. അഞ്ചോണ ബീച്ചാണല്ലേ, അഞ്ചുവാന ബീച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. എഫ്സി ബീച്ച് ക്ലബിനെ കുറിച്ചിട്ടൊരു ഇതുണ്ട്. ടർബോ ബാർ ആൻഡ് റെസ്റ്റോറൻറ്റ് ഏരിയയാണ്. ഇവിടെ മൊത്തം ഇതിൻ്റെ മാർക്കറ്റാണ്, മാർക്കറ്റ് ഏരിയ. അവലോൺ സൺസെറ്റ് ലോഞ്ച്. ടാറ്റു ആണ്, ടാറ്റു ഇടാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് ഇവിടെ. അത് സൂപ്പർ സ്ഥലമാണ്. രാകേഷ് മൊത്തം മാർക്കറ്റ്സാണ്, ഇതിൻ്റെ ബേസിസിലുള്ള മാർക്കറ്റ്സാണ് മൊത്തം. റെസ്റ്റോറൻറ്റ് ഗോവ, മധുശാല. ഇവിടെ പാട്ടൊക്കെ ഉണ്ട് കേട്ടോ. ബാർ ആൻഡ് ഗ്രില്ല്, മധുശാല. ഇതാണ് നമ്മുടെ കടൽ, ഗ്രേറ്റ് അറേബ്യൻ സീ. ബാറാണ് കേട്ടോ. ഇവിടെ ഗുരു എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് ഉണ്ട്, അടിപൊളി റെസ്റ്റോറൻ്റ് ആണെന്ന് തോന്നുന്നത് കണ്ടിട്ട്. നല്ല ഡെവലപ്ഡ് ഏരിയ ആയിട്ട് തോന്നുന്നു, ഫുള്ളായിട്ട് ഫുള്ള് ഡെവലപ്ഡ് ഏരിയ, ഫുൾ ഓഫ് ബാർസ് ആൻഡ് ഭയങ്കര ഇതാണ്. നല്ല സ്ഥലങ്ങളാണ്. സ്പാനിഷ് സോങ്സ് ഒക്കെയാണ് ഫുൾ.
ഗൈസ് നമ്മൾ ബീച്ചിലേക്ക് എത്തിയിരിക്കുന്നു. ബീച്ച് 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 ഇതാണ് നമ്മുടെ അഞ്ചും ബീച്ച്. സൂപ്പർ ബീച്ചാണ് അഞ്ചും ബീച്ച്. എന്താ പൊന്നോ, നല്ലൊരു ബീച്ച്. അറ്റ് ലാസ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുന്നു ബീച്ച്. പാരച്ചൂട്ട് അപ്പുറത്ത് പാരച്ചൂട്ട് നടക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെയൊക്കെ ഹിന്ദിയിലോ കണ്ടല്ലോ ഡേഞ്ചർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പുറത്തേക്ക് നോക്കുവാണെങ്കിൽ വേറെ ഒന്നുമില്ല. പിന്നെ കടലിൽ क्या चाहिए तेरे को? सारी दुनिया एक मुट्ठी में मिल जाएगा. तू अगर ख्वाहिश किया तो मिल जाएगा. ഇതാണ് നമ്മൾ പറഞ്ഞ അഞ്ചും ബീച്ച്. എടാ അങ്ങോട്ട് കിടക്കാം, ബാ. ഫുൾ ഏരിയ ബാ, എല്ലാവരും ബാ. അപ്പുറത്തേക്ക് കുറേ ഏരിയ ഉണ്ട് കേട്ടോ. അത്രേ ഉള്ളൂ കാര്യം. ഇതാണ് കോറൽ റീഫ്സ് എന്ന് പറയുന്നത്. ഇതിങ്ങനെ കെട്ടിക്കെട്ടിയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ പായലും പൂപ്പലും പച്ചക്കറ പോലെ. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കല്ലാണ് സംഭവം. കല്ലാണ്, പക്ഷെ കല്ലുണ്ടായേക്കണത് വേറെ രീതിയിലാണ്. ഇതാണ് കടല്. വാവ്, സൂപ്പർ. ഇതാണ് ബ്യൂട്ടിഫുൾ വ്യൂ. അഞ്ചും ബീച്ച് സൂപ്പർ. പാരച്ചൂട്ട് വർത്തിക്കുന്നു. സൺസെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും എടുത്തിട്ടുണ്ട്. സുബേഷ് സാറും പോകും. ഫ്രണ്ട്സ് എല്ലാവരും കൂടെ അങ്ങോട്ട് പോയി, അങ്ങാറ്റത്തേക്ക് പോയേക്കുക. സൺസെറ്റ് ആയി കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. സൺസെറ്റ് ആയി കഴിഞ്ഞു. കൊണ്ട്
വണ്ടി ഓടിക്കും. നമ്മൾ ഇവിടെ പിള്ളേർ ഇത് വെച്ചതിൻ്റെയാണ് ഒച്ച സ്പീക്കറിൽ. ഞങ്ങൾ അപ്പോൾ ബീച്ച് കഴിഞ്ഞു, തിരിച്ച് എത്തി. ഇപ്പം സമയം 20:03 എന്ന് വെച്ച് കഴിഞ്ഞാൽ 8:03 സമയം. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ബീച്ചിൽ കറങ്ങിയതിന് ശേഷം ഞങ്ങൾ അങ്ങോട്ട് പാത്ത് വേയിൽ പോയി. അപ്പോൾ അവിടെ ഒരു കടയിൽ കയറിയായിരുന്നു, ഒരു ഷോറൂം കടയിൽ കയറിയായിരുന്നു. ആ കടയിൽ കയറിയപ്പോഴത്തേക്കും അവിടെ കയറിയായിരുന്നു. ടീച്ചറും ഉണ്ടായിരുന്നു, സുമേഷ് സാറും ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിലിട്ടേക്കണ ഈ സാധനമില്ലേ, ഈ സാധനം കണ്ടിട്ട് അവർ പറഞ്ഞു നിനക്ക് വിശ്വാസം ഉണ്ടല്ലോടാ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നല്ല കാര്യമാണെന്ന് പറഞ്ഞു, നല്ല കാര്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, അങ്ങനെയാണ്, നല്ല കാര്യമാണ്, ഓക്കെ എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ അതിന് ശേഷം അവരെല്ലാം ഇങ്ങനെ എടുത്ത് നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ ശംഖ് നോക്കി. ശംഖ് ഞാനപ്പോൾ വില ചോദിച്ചു ശംഖിന് എത്രയാണെന്ന്. അപ്പോഴത്തേക്കും ശംഖിന് എത്രയാണ് വില എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞു ശംഖിന് പ്രത്യേകിച്ച് 400 രൂപയാണെന്നാണ് പറഞ്ഞത്. ശംഖിന് വില 400 രൂപയാണ് ശംഖെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ എന്നെ ജിപേയിൽ നിന്ന് 400 രൂപ എടുത്ത് കൊടുത്ത് ഞാൻ ആ ഒരു ശംഖ് വാങ്ങിച്ചു. പിന്നെ അതിന് ശേഷം നമ്മൾ അതുവഴി തന്നെ വീണ്ടും നടന്നു. ആ ക്രോസിൽ കൂടെ നടന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കടയിലേക്ക് കയറി. ആ കടയിൽ ഞാനും ഭാഗ്യശ്രീ മിസ്സും വിമൽ ചേട്ടനും പിന്നെ വിമൽ ചേട്ടനും ദേവനന്ദയും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ആ എല്ലാവരും കൂടെ കയറി. അവർക്കെന്തോ മോതിരം വാങ്ങിക്കാനുണ്ടായിരുന്നു പറഞ്ഞു. മോതിരം വാങ്ങിച്ചപ്പോഴത്തേക്കും ഞാൻ അവിടെ നിന്നപ്പോഴത്തേക്കും ഒരു നമ്മുടെ ഇതില്ലേ, ബിയറിങ് ഇല്ല, സ്പിന്നറിൻ്റെ ബിയറിങ് ഒക്കെ ഇല്ലേ, പിന്നെ ഈ ബിയറിങ്ങൊക്കെ സ്റ്റീലൊക്കെ വെച്ചിട്ട് അയണം വെച്ചിട്ടൊക്കെ ഉള്ള ഒരു ബൈക്ക് കണ്ടു. അപ്പോൾ ആ ബൈക്ക് നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക്. പിന്നെ ഒരു ഐഫിൽ ടവറിൻ്റെ ചെറിയൊരു ഇതുണ്ട്. അപ്പോഴത്തേക്കും ആദ്യമേ അദ്ദേഹം പറഞ്ഞ് ബൈക്കിന് 450 രൂപയും മറ്റേതിന് ഐഫിൽ ടവറിൻ്റെ ഇതിന് 100 രൂപയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ് ഞാനപ്പോൾ ആലോചിച്ച് ഇത് വേണോ വേണ്ടയോ. പിന്നെ വിചാരിച്ച് ഞാൻ എടുത്തേക്കാം. ആകെ ഇഷ്ടം തോന്നി അതിനോട്, ഇതിനോട്. അപ്പോഴത്തേക്കും പിന്നെ ഞാൻ അതെടുത്ത്. അതിന് രണ്ടിനും കൂടെ അപ്പോൾ കൂടിച്ചേർത്ത് 500 രൂപ അടച്ച്. അപ്പോൾ 500 രൂപ ഞാൻ ജിപേ ചെയ്ത് കൊടുത്തു. അപ്പോൾ ടോട്ടൽ നമ്മുടെ കയ്യിൽ നിന്ന് പോയ പൈസ എന്ന് പറയണത് 900 റുപ്പീസ്. അഞ്ചും ബീച്ച് വന്നപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഇല്ല ഇതിന് വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ കുറവ് പൈസയേ ഉള്ളൂ, പിന്നെ ഉണ്ട് പൈസയുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ അതിന് ശേഷം പിന്നെ ഞങ്ങൾ ഇങ്ങനെ നടന്ന് കയറി. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. അപ്പോൾ ഞാൻ ബാഗ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഭാഗ്യശ്രീ മിസ്സിൻ്റെ ബാഗിലാണ് എടുത്തിരുന്നത്. ഭാഗ്യശ്രീ മിസ്സിൻ്റെ ബാഗിൽ എടുത്തപ്പോഴത്തേക്കും ഭാഗ്യശ്രീ മിസ്സ് ബാഗിൽ വയ്ക്കാൻ വേണ്ടി വന്നു. പിന്നെ ഞങ്ങൾ തിരിച്ചു നടന്നു. ഇപ്പോൾ 8:06 PM ആയപ്പോൾ 24 ഫെബ്രുവരി 8:06 PM ആയപ്പോഴത്തേക്കും ഞങ്ങളിപ്പോൾ തിരിച്ചെത്തിയിട്ട് ഞങ്ങളിപ്പോൾ ബസ് ഇവിടെ കിടപ്പുണ്ടതാ. ഈ ബസ്സിൽ കയറി വെച്ചതിന് ശേഷം ഞാൻ അതിൽ ബസ്സിൽ കയറി. ഇവിടെ എന്തൊക്കെ പാട്ട് കിടപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ബസ്സിൽ കയറി സാധനങ്ങൾ എൻ്റെ ബാഗിലേക്ക് എടുത്ത് വെച്ചു. എൻ്റെ സാധനങ്ങൾ ബാഗിലേക്ക് എടുത്ത് വെച്ചു. പിന്നെ അതിന് ശേഷം ഞാനിപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഈ വ്ളോഗ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ ഇപ്പോൾ ഫ്രീ ആണ്. പിള്ളേരൊക്കെ ഇപ്പോൾ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. കുറച്ച് നേരം മുമ്പ് പാട്ടും കേട്ടോണ്ടിരിപ്പുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ എന്തോ DJ പാർട്ടി ഉണ്ടെന്ന് പറയുന്നുണ്ട്. രാത്രി 8:30-9 മണിയാകുമ്പോഴത്തേക്കും DJ പാർട്ടി ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകണം. പിന്നെ ഒരു 10-11 മണിയാകുമ്പോഴത്തേക്കും തീരുമായിരിക്കും ഇന്നത്തെ പരിപാടികൾ. 24 ഫെബ്രുവരിയുടെ. അപ്പോൾ എന്നിട്ട് ഞങ്ങൾ കിടന്നുറങ്ങാം. ഞങ്ങൾ റൂമിൽ പോവും, കിടക്കും. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം തുടങ്ങും. അങ്ങനെ തന്നെ ഇന്ന് ടോട്ടൽ സ്പെൻഡ് ചെയ്തത് 900 റുപ്പീസ്. പിന്നെ ഭയങ്കരമായിട്ട് ദാഹം വന്ന്. അതപ്പോൾ ഈ പല ഫോർട്ടും കയറാൻ വേണ്ടി 150 സ്റ്റെപ്പില്ല മറ്റേ വേറൊരു ഫോർട്ടില്ലേ, ഇവിടുത്തെ ഫേമസ് ഫോർട്ട്, അത് കോട്ട. അപ്പോൾ അവിടെ കയറി
രണ്ട് കോട്ടയിൽ കയറി. രണ്ടും നല്ല രസമായിരുന്നു. 2 ബീച്ചിൽ 2 കോട്ടയായിരുന്നു ഇന്നത്തെ മെയിൻ ഡെസ്റ്റിനേഷൻസ്. അപ്പോൾ നല്ലതായിരുന്നു, അത്യാവശ്യം നല്ലൊരു ഇതായിരുന്നു, ജേർണി ആയിരുന്നു ഇന്നത്തേത്. ഇന്ന് ടോട്ടൽ ഒഫീഷ്യലി സ്പെൻഡ് ആയത് 900 റുപ്പീസ്. പിന്നെ അതിനുശേഷം പിന്നെ വേറൊന്നുമില്ല. പിന്നെ ഞാൻ സ്പെൻഡ് ചെയ്തതെന്ന് പറയണത് ഇതിന് വേണ്ട വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ബിസ്ലറി വെള്ളത്തിന് വേണ്ടിയിട്ടാണ്. കുറേ വെള്ളം വാങ്ങിച്ചു. 5, 10, 12, 13 വെള്ളം വാങ്ങിച്ചു, കുടിക്കുന്ന വെള്ളം, ബിസ്ലറി വെള്ളം. ഭയങ്കരമായിട്ട് ദാഹമുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുടിച്ചപ്പോഴത്തേക്കും പിള്ളേരും വാങ്ങിച്ചത് കുടിച്ചു. പിന്നെ എൻ്റെ കയ്യിൽ ഇല്ലാത്ത സമയത്തിന് പിള്ളേർ വേറെ വാങ്ങിച്ചായിരുന്നു, അപ്പോൾ അത് ഞാൻ കുടിച്ച്. ഇപ്പോൾ എല്ലാവരും ജോയ്ഫുൾ മൂഡിലാണ്. 2ാമത്തെ ദിവസം കഴിഞ്ഞ് ഞങ്ങളുടെ ഗോവയുടെ ജേർണിയുടെ. ഓക്കെ, ബൈ ബൈ. ഇനി ഞങ്ങൾ ഡിജെ പാർട്ടിക്ക് വേണ്ടി പോവുക. പിള്ളേർ എല്ലാവരും എത്തിയിട്ടില്ല, ഇപ്പോൾ എത്തണം. ഇതൊക്കെയാണ് ടൂർ. ഇപ്പോൾ ഇവിടെ പാർക്കിങ്ങിന് വേണ്ടി ഇട്ടേക്ക് വരുന്നു. പാർക്കിങ് ഇപ്പോൾ ചെയ്തേക്കുക. ഇപ്പോൾ സമയം 8:09 PM ആയി. ഇനിയിപ്പോൾ നോക്കണം എന്താ പരിപാടിയെന്ന്. വേണ്ട എത്ര പെട്ടെന്ന് പറ്റുമോ അത്രയും പെട്ടെന്ന് യൂട്യൂബിലേക്ക് ഇതിടാം കേട്ടോ. ഈ പ്രാവശ്യം എനിക്ക് തോന്നി വ്ളോഗ് എടുക്കാം. അപ്പോൾ കുറേ കാര്യങ്ങളും കൂടെ പറയാൻ പറ്റുമല്ലോ. മ്യൂസിക് ഇട്ട് കഴിയുമ്പോഴത്തേക്കും അതൊരു അലമ്പായിട്ട്. അത് കാരണം പിന്നെ ഇന്ന് നല്ല രസമായിരുന്നു. എന്തായാലും നല്ല 2 ഫോർട്ട്, 2 ബീച്ചും പിന്നെ പല കാര്യങ്ങളും ആയപ്പോഴത്തേക്കും. ഓക്കെ, ബൈ. സീ യു ലേറ്റർ. ഉറക്കമില്ലാതിരുന്നു പണ്ട് കൊതിച്ചു കണ്ടറിഞ്ഞിടും റസിൽ പുലികൾ. സാഹസം വർത്തടാ, ഇത് കാണാത്ത കാർണിവൽ. കാതോരം 3 ബെൽ അടി 1 2 3 ഇവിടെ കിട്ടൂല. പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ആയിക്കോട്ട് സാധനങ്ങൾ സാധനങ്ങൾക്ക് ഫ്രീ രീതിയിലെത്തും. ഈ ഒരു സൈഡിലാണ് ഈ വാക്സിൻ.
ഹലോ ബ്രോസ്. അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ തിരിച്ച് റൂമിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി കുളിക്കാൻ വേണ്ടി പോകുമായിരുന്നു. കുളിക്കുന്നതിന് മുമ്പ് ഞാൻ പറയുക, നല്ല ജേർണി ആയിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം നാളെ എങ്ങനെയായിരിക്കും. വിളിക്കാൻ പറയാം. കാര്യം നമ്മള് 3 ആൾക്കാരുണ്ടാവുള്ളൂ. പക്ഷെ മേത്തോട്ടല്ല തീർത്തേക്കണോട്ടാ. ജെയ്സണാ പറയണത് കേട്ടിട്ടുണ്ടാവും. വരാല് ജെയ്സൺ.